പൊതുമേഖലാ സ്ഥാപനമായ കോട്ടയം നാട്ടകം ട്രാവൻകൂർ സിമന്റ്സിൽ വീണ്ടും ശമ്പള പ്രതിസന്ധി. കഴിഞ്ഞ 11 മാസമായി ശമ്പളം മുടങ്ങിയതോടെ 130ഓളം വരുന്ന ജീവനക്കാരാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. നിലവിൽ ഫാക്ടറിയിൽ ഉൽപാദനം കഴിഞ്ഞു കിടക്കുന്ന 250 ടൺ വൈറ്റ് സിമന്റ് അടിയന്തരമായി വിൽപ്പന നടത്തി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമുണ്ടാക്കുവാനാണ് ട്രാവൻകൂർ സിമന്റ്സ് എംപ്ലോയീസ് യൂണിയൻ മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനിച്ചിരിക്കുന്നത്. യൂണിയൻ പ്രസിഡന്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നേതൃത്വത്തിൽ സിമന്റ്സ് ചെയർമാൻ സണ്ണി തെക്കേടം, മാനേജിംഗ് ഡയറക്ടർ ഉല്ലാസ് കുമാർ, ജനറൽ മാനേജർ തുടങ്ങിയവരുമായിട്ടാണ് ചർച്ച നടത്തിയത്. വൈറ്റ് സിമന്റ് വിറ്റഴിക്കുന്നതിന് ഏജൻസികളെ സമീപിച്ചും അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്ന് മാനേജ്മെന്റ് അധികൃതർ ഉറപ്പു നൽകി. ഇതിലൂടെ താൽക്കാലികമായി ശമ്പള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനൊപ്പം അസംസ്കൃത വസ്തു വാങ്ങി ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും നടപടിയെടുക്കും. കൂടാതെ കമ്പനിയുടെ ഫാക്ടറിയുടെ സുഗമമായ നടത്തിപ്പിന് സർക്കാരിൽ നിന്നും പ്രവർത്തന മൂലധനം വേണമെന്ന ആവശ്യമുന്നയിക്കുമെന്നും ചർച്ചയ്ക്കു ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. ഗവൺമെന്റിനോട് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ തരണം എന്ന ആവശ്യം ഞങ്ങളും കൂടി ഉന്നയിക്കും. മാനേജ്മെൻറ്റും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിന് ഞങ്ങൾ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജുവുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇത് നാടിൻ്റെ ഒരു പൊതുവികാരമാണ്. പഴയ കാലത്തെ ഒരു കമ്പനിയാണ്. ആ കമ്പനി ഒരു അന്യാധീനപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ നിശ്ചലമായി പോകാനോ ഇടയാകരുത്. ഈ കമ്പനി പഴയതുപോലെ കൊണ്ടുവരത്തക്ക വിധത്തിലുള്ള നടപടി ഉണ്ടാകണം. അതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഫാക്ടറിയുടെ ഇപ്പോഴത്തെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നുള്ള ആവശ്യവും യൂണിയനുകൾ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഉൽപാദനവും വിപണനത്തിനുമുള്ള കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും പ്രവർത്തന മൂലധനത്തിന്റെ അഭാവം മൂലം ഇപ്പോൾ അസംസ്കൃത വസ്തുക്കൾ സ്ഥിരമായി വാങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ട് മാത്രമേ നേരിടുന്നുള്ളൂ എന്ന് മാനേജ്മെന്റ് അധികൃതരും വ്യക്തമാക്കി. എറണാകുളം കാക്കനാട്ടെ കമ്പനിയുടെ സ്ഥലം വിൽപ്പന നടത്തി നിലവിലെ ബാധ്യത കൊടുത്തു കഴിഞ്ഞതായും ഉൽപാദനം കൂട്ടി വിപണനം നടത്തി കമ്പനി ലാഭത്തിലാക്കണമെന്ന പ്രത്യാശയാണ് ഫാക്ടറിക്കുള്ളതെന്നും ചെയർമാൻ സണ്ണി തെക്കേടം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.